സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ഒരു എയർപോർട്ടിനുള്ളിൽ ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ പനയോല വെച്ചിട്ടാണ് റൂഫൊക്കെ ചെയ്തിരിക്കുന്നത്. വിമാനം ഇറങ്ങിയിട്ട് അത് ഇങ്ങനത്തെ ഓലപ്പുരക്കകത്തൂടെയാണ് നമ്മൾ അകത്തോട്ട് കയറി വരുന്നത്. വിമാനത്തിൽ കയറാൻ നിൽക്കുമ്പോൾ വേറെ പരിപാടിയുണ്ടോ? അടിപൊളി. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്ന് ഞാനിന്ന് പോകുന്നത് പോർട്ടോറിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ പോർട്ടോറിക്കോ എന്ന് പറയുന്നത് ഒരു രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ കൺട്രി, ബട്ട് ഇറ്റ്സ് എ ടെറിട്ടറി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമ്മൾ യു കെയുടെ ടെറിട്ടറീസ് ധാരാളം പോയി, ബർമുഡ, ടാക്സാൻ, കൈക്കോസ്, പിന്നെ ജിബ്രാൾട്ടറൊക്കെ പോയിട്ടില്ലേ. അതേപോലെ തന്നെ യു എസിന്റെ കുറച്ച് ടെറിട്ടറീസ് ഉണ്ട്, അതായത് യു എസ് വെർജിൻ ഐലൻഡ്സ്, പിന്നെ ഗുവാം, പിന്നെ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന പോർട്ടോറിക്കോ ഒക്കെ യു എസിന്റെ ടെറിട്ടറീസ് ആയിട്ടുള്ള ദ്വീപുകളാണ്. ഈ യു എസിന്റെ ഒരു സ്റ്റേറ്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഇത് യു എസിന്റെ ഒരു ടെറിട്ടറിയാണ്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഐലൻഡിന്റെ ഒരു 1/3 വലിപ്പമെങ്കിലും പോർട്ടോറിക്കോയ്ക്ക് ഉണ്ട്. അത്യാവശ്യം വലിയൊരു ദ്വീപാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഉള്ള പുന്ത ഖന എന്ന് പറയുന്ന ഒരു റിസോർട്ട് സിറ്റിയിൽ നിന്നും ഇവിടുത്തെ ഒരു അടിപൊളി എയർപോർട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇന്നലെ കണ്ടല്ലേ ഇവിടുത്തെ ഒരു, അതായത് ഈ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ ഏക പ്രൈവറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടാണത്. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു കിടിലൻ എയർപോർട്ടും ആയിരിക്കും അത്. യെസ്, അപ്പോൾ വീണ്ടും പെട്ടി പാക്ക് ചെയ്തു, എല്ലാം എടുത്തു. ഞാൻ ഉബർ ബുക്ക് ചെയ്യട്ടെ. ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഉബർ 1000 ഡൊമിനിക്കൻ പെസോ ആണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ് ഒരു 1400 രൂപ വരും. എയർപോർട്ട് യാത്രകൾ എപ്പോഴും എക്സ്പെൻസീവ് ആണ്. അതെന്താ എനിക്കറിയത്തില്ല. എയർപോർട്ടിലേക്കുള്ള യാത്രകൾ എപ്പോഴും കത്തിയായിരിക്കും. ഞാൻ ടാക്സി ബുക്ക് ചെയ്ത് ലിഫ്റ്റ് കയറി താഴെ റിസപ്ഷനിലെത്തി ചെക്ക് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ടാക്സിക്കാരൻ മുമ്പിലെത്തി. വെരി ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ്. ചെക്കിംഗ് ഔട്ട്. ഇവരൊക്കെ ഡെപ്പോസിറ്റ് ചാർജ് ചെയ്യും നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഡെപ്പോസിറ്റ് അവർ റീഫണ്ട് ചെയ്യുന്ന സ്ലിപ്പൊക്കെ തന്നു. ഇതല്ലേ നമ്മുടെ വണ്ടിയിലെല്ലാം പൊടിയാ, ചെളിയാ. ഹായ്, ഗുഡ് മോർണിംഗ്. Please, my friend, close the door slowly. സുജിത്. Good family. Thank you. Thank you so much, brother. Thank you. Bye-bye. India. Bye. അങ്ങനെ ഞാൻ എത്തിയിരിക്കുകയാണ് പുന്ത ഖന ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്. പുന്ത ഖന എയർപോർട്ടിനെ പറ്റി ഒത്തിരി കഥകൾ പറയാനുണ്ട് ഗൈസ്. 1983 ഈ എയർപോർട്ട് നിർമ്മിക്കുന്നത്. ക്യാൻ യു ഇമാജിൻ? 1983 ഇവിടെ 1971 ഇതിൻ്റെ പണികളൊക്കെ ആരംഭിക്കുന്നത്. ശരിക്കും ഇവിടെ ഒത്തിരി കഥകൾ ഇതിനകത്ത് പറയാനുണ്ട്, ഞാൻ പറയാം. 1971 ഇവിടെ പുന്ത ഖന ഗ്രൂപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രൈവറ്റ്. ഇപ്പം നമ്മുടെ നാട്ടിൽ അദാനി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു വലിയൊരു ഗ്രൂപ്പാണ് പുന്ത ഖന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ പുന്ത ഖന ഗ്രൂപ്പാണ് ഇവിടെ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു സ്ഥലത്ത്, അതായത് ഈ പുന്ത ഖന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റിസോർട്ട്, ബീച്ച് റിസോർട്ട് ആരംഭിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ അവരൊരു ചെറിയൊരു എയർ സ്ട്രിപ്പ് പണിത് അത്തരത്തിലുള്ളൊരു സെറ്റപ്പ് തുടങ്ങിയത് 1971 അതും വലിയ ഗവൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്തത്. അപ്പോൾ ഇവരുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി ഈ ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പണ്ട് കാലത്ത് ഈ പുന്ത ഖന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാനായിട്ട് റോഡ് പോലും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുണ്ടായിരുന്നൊരു സ്ഥലമാണിത്. ഒരു റോഡ് പോലും ഇല്ലാതിരുന്ന ഈ സ്ഥലത്തേക്ക് ഇപ്പം ഇവിടുത്തെ തലസ്ഥാന നഗരത്തിൽ 250 കിലോമീറ്റർ മാറി ഒരു വലിയ എക്സ്പ്രസ് ഹൈവേ വന്നിരിക്കുന്നു. വലിയ എയർപോർട്ട്, അതായത് കരീബിയനിലെ ഏറ്റവും വലിയ എയർപോർട്ട്, കരീബിയനിലെ ഏറ്റവും വലിയ സെക്കൻഡ് ബിസിയസ്റ്റ് എയർപോർട്ട്, വലിയ വിമാനങ്ങൾ, ബോയിങ് 777 വരെയുള്ള എയർബസ് 350 പോലെയുള്ള വലിയ വിമാനങ്ങൾ വരെ ഇറങ്ങാൻ കഴിവുള്ള റൺവേ ഉള്ള എയർപോർട്ട് അവിടെ ഉള്ള സ്ഥലമാണിത്. അപ്പോൾ അന്ന് ഇവർ ആരംഭിച്ച സമയത്ത് ഇത് ശരിക്കും ഭയങ്കര ഒരു മാതൃകയിൽ നിർമ്മിക്കണം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ശരിക്കും ഇത്തരത്തിൽ പനയോല വെച്ചിട്ടാണ് ഈ ഒരു റൂഫൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സമീപത്തെ കാട്ടിൽ നിന്നും പെറുക്കിയെടുത്ത കല്ല് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഭിത്തികൾ പണിതിരിക്കുന്നത്. പിന്നെ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ തടി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർപോർട്ടാണിത്. ഈ എയർപോർട്ടിൽ ടെർമിനൽ ബിയിൽ ഒരു ലോഞ്ച് ഉണ്ട്. ആ ലോഞ്ചിൽ റൺവേ വ്യൂ ആയിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്. ഞാൻ ടെർമിനൽ എ കൂടെ പോകുന്നത്. എനിക്ക് ആ ലോഞ്ചിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഭയങ്കര മിസ്സിങ് ആയിപ്പോൾ എനിക്കറിയത്തില്ല. ഇപ്പം നോക്കിയപ്പോഴറിയാൻ സ്വിമ്മിംഗ് പൂള് വരെയുള്ള ലോഞ്ചുള്ള ഒരു പ്രൈവറ്റ് എയർപോർട്ടാണിത്. അതായത് ഇത് തികച്ചും ഒരു പ്രൈവറ്റ് ഓൺഡ് ആയിട്ടുള്ള എയർപോർട്ട്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അദാനിയുടെ എയർപോർട്ട് നമ്മൾ പറയും, പക്ഷേ അത് അദാനിയുടെ എയർപോർട്ട് അല്ല. അത് എയർപോർട്ട് അതോറിറ്റിയുടെ എയർപോർട്ട്. അദാനി മാനേജ് ചെയ്യുന്നതേ ഉള്ളൂ. അദാനി സ്വന്തമായിട്ടൊരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ നിർമ്മിച്ച എയർപോർട്ടാണിത്. അങ്ങനെ ഒരു എയർപോർട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തായ്ലൻഡിലും പിന്നെ ഫിലിപ്പീൻസിലൊക്കെ ഉണ്ട്. ഇത് ലോകത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഓൺഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അന്ന് 1971 ഇത് പണിയുമ്പോഴത്തേക്കിനും ലോകത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തി ഈ ഒരു എയർപോർട്ടിന് കിട്ടി എന്നുള്ളതാണ്. അന്ന്
ഈ പൊന്താക്കന ഗ്രൂപ്പ് ഇവിടെ എയർപോർട്ട് നിർമ്മിക്കാനായിട്ട് ഗവൺമെന്റിനെ സമ്മർദ്ദം ചെലുത്തി ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കാതെ പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഇത്തരത്തിലൊരു എയർപോർട്ട് പണിയുന്നത്. അന്ന് അവരുടെ ആ ഒരു ദീർഘവീക്ഷണം കാരണം ഇത്രയും വലിയൊരു എയർപോർട്ട് ഇവിടെ പണിതത് കൊണ്ട് ഇതിപ്പോൾ വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയും കോടിക്കണക്കിന് പാസഞ്ചേഴ്സാണ് പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരികയും ചെയ്യുന്നത്. 25-ലധികം രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് ഇന്ന് വിമാന സർവീസുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വരുന്നത് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമാണ്. ഇതുവഴി യാത്ര ചെയ്യുന്ന 80% ആൾക്കാരും ടൂറിസ്റ്റുകളാണ്. ടൂറിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര പണം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രാജ്യത്തുനിന്ന് ടൂറിസം വഴി ഇവിടേക്ക് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഇപ്പോഴും നമുക്ക് ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ കല്ല് സംഭവങ്ങളൊക്കെ കാണാം കണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഈ കടൽ തീരത്തെ കാടുകളിൽ നിന്നും മറ്റുമൊക്കെ എടുത്ത കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു എയർപോർട്ട് സംഭവങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിലും അധികം ഫ്ലൈറ്റ്സ് ഒന്നുമില്ല. രാവിലെ 10 മണിക്ക് ശേഷമാണ് കൂടുതലും വിമാനങ്ങൾ വരുന്നതും പോകുന്നതും. കാരണം ഇവിടെ മൊത്തം ഈ ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടുകളുടെ സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ലോകത്തിലെ വളരെ അപൂർവം എയർപോർട്ടുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ കൊസമുയി എയർപോർട്ട് കണ്ടിട്ടില്ലേ? കൊസമുയി എയർപോർട്ടൊക്കെ ഇപ്പോൾ വന്നതാ. ഇത് 1971 അതായത് 71 ആദ്യമായിട്ട് ഇവിടെ റൺവേ പണിയുന്നത്. അന്ന് ടെർമിനലില്ലായിരുന്നു. 83 ടെർമിനൽ പണിയുന്നത്. അപ്പോൾ അത്രയും ദീർഘവീക്ഷണമുള്ള അത്രയും വർഷം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആണ് ഈ ഒരു സംഭവമൊക്കെ നിർമ്മിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ യു ഗൈസ് ഇമാജിൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എയർപോർട്ടിൽ ഇവിടെ എയർ കണ്ടീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ കണ്ടീഷനൊക്കെ ഇപ്പോഴാണ് വന്നത് കേട്ടോ. ഈ എയർ കണ്ടീഷനൊക്കെ വരുന്നതിന് മുമ്പ് വളരെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് വളരെ നാച്ചുറലായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഇത് തിരക്കൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഫ്ലൈറ്റ്സ് ആരംഭിച്ചതേ ഉള്ളൂ, തുടങ്ങുന്നതേ ഉള്ളൂ. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ജെറ്റ് ബ്ലൂ അങ്ങേ അറ്റത്താണ് ജെറ്റ് ബ്ലൂവിൻ്റെ കൗണ്ടർ. അവിടെ പോയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യും. ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഒരു അരമണിക്കൂറേ ഉള്ളൂ അടുത്ത രാജ്യത്തേക്ക് പോകാനായിട്ട്, പോർട്ടോറിക്കോയിലേക്ക് പോകാനായിട്ട്. അരമണിക്കൂർ മാത്രമുള്ള ഒരു ജെറ്റ് ബ്ലൂ വിമാനം. പക്ഷേ പൈസ ഏതാണ്ട് 10-15,000 രൂപ വരും. കാരണം ജെറ്റ് ബ്ലൂ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ജെറ്റ് ബ്ലൂ എന്നല്ല, ഇവിടെ മൊത്തത്തിൽ എല്ലാ ഫ്ലൈറ്റ്സും അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഈ എയർപോർട്ടിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കിനും അകത്തെ ഭിത്തിയൊക്കെ കണ്ടില്ലേ, ഫുൾ ഇങ്ങനെയാണ് കണ്ടോ. മേളിൽ മറ്റേ പനയോല, അകത്തെ ഭിത്തി, പിന്നെ മേളിലേക്ക് കയറാനുള്ള ആ സ്റ്റെപ്പ് കണ്ടോ. ആ സ്റ്റെപ്പിൻ്റെ ഇത് കണ്ടില്ലേ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നോക്കി, ഇത് കണ്ടോ, കയറൊക്കെ കെട്ടി. അതൊക്കെ യൂക്കാലിപ്റ്റസ് തടിയാണ്, കണ്ടില്ലേ. ഇങ്ങനത്തെ ഒരു എയർപോർട്ട് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇത് ലുക്കാന്നറിയോ? ഇതിപ്പം ഇവിടുത്തെ ഓഫ് സീസണാണ്. എയർപോർട്ട് രാവിലെ ഫങ്ഷണലായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതാണ് ഇത്രയും സാധനങ്ങൾ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. അത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണിത്. നമ്മൾ പോകുന്നത് സാൻ ഹുവാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. എഴുതുമ്പോഴത്തേക്കിനും സാൻ ജുവാൻ എഴുതെങ്കിലും സ്ഥലപ്പേര് സാൻ ഹുവാൻ എന്നാണ്. പോർട്ടോറിക്കോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ തലസ്ഥാനമാണ് സാൻ ഹുവാൻ എന്ന് പറയുന്നത്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കിടിലൻ എയർപോർട്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എയർപോർട്ട്. ഇവിടെ മൊത്തം ഈ മുകളിൽ ഇങ്ങനെ ഫാൻ കറങ്ങുന്ന സൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ VIP ഫാസ്റ്റ് ട്രാക്ക് എന്നും പറഞ്ഞുകൊണ്ട് $20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റിയും ബാക്കിയൊക്കെ ഇമിഗ്രേഷനൊക്കെ ഫാസ്റ്റ് ട്രാക്കിൽ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട. പക്ഷേ എൻ്റെ അമ്മോ, ഇത് സെറ്റപ്പാണ്. ഇത് നോക്ക്, ഞാനിത് ഇമിഗ്രേഷനിലേക്ക് അല്ല മറ്റേ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഏരിയയിലേക്ക് പോവാണ്. ഇത് കിടിലൻ എയർപോർട്ട് അല്ലേ. ഇത് ഗംഭീര സെറ്റപ്പാണ്. നോക്കിയേ, ഇതൊരു എയർപോർട്ട് തന്നെയാണോ? ഇങ്ങനെയൊക്കെയാണോ എയർപോർട്ട്? ഇതുണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ യൂക്കാലിത്തടി എന്ന് പറഞ്ഞില്ലേ. യൂക്കാലിത്തടി ഇത് ആക്ച്വലി യൂക്കാലിത്തടി വെച്ചിട്ടാണ് പണ്ട് ആദ്യമായിട്ട് ഇവിടെ എയർപോർട്ട് ഉണ്ടാക്കിയത്. പിന്നീടാണ് ബാക്കിയുള്ള സംഭവങ്ങൾ വന്നത്. ഇത് എന്തോ ഒരു മ്യൂറൽ മെയ്ഡ് ബൈ എന്തോ ആരെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. നൈസ്. അതിലൊക്കെ ആൾക്കാർ പേരും നാളും ലവ് ചിഹ്നവും ഇത് കോമൺ ആണല്ലേ. ലോകത്ത് എവിടെ പോയാലും കാണുന്നൊരു സംഭവമാണല്ലേ പേരും നാളും എഴുതി വയ്ക്കുന്ന പരിപാടി. അത് കൊള്ളാം എന്തായാലും സംഭവം. സോ ലെറ്റ് മീ ക്ലിയർ ഇമിഗ്രേഷൻ ആൻഡ് സെക്യൂരിറ്റി ചെക്ക്. അത് കഴിഞ്ഞ് കാണിച്ചു തരാം. അങ്ങനെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് നിമിഷ നേരങ്ങൾ കൊണ്ട് ഞാൻ പുറത്തിറങ്ങി വന്നു. ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ഔട്ട്ഡോർ ഏരിയ പോലെ തന്നെ നോക്കി പനയോല കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അവരുടെ സംഭവങ്ങളും ബാക്കിയുള്ള പരിപാടികളെല്ലാം ഇതിലല്ലേ. ഇവിടെ മേളിൽ വരെ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നതേ പേരും നാളും. ഇവിടെ അങ്ങ് മേളി വരെ പോയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട. എന്താ അല്ലേ. ഇവിടെ മതിലൊക്കെ കെട്ടി അപ്പുറത്തൊരു ഓലപ്പുര. ഇത് ഭയങ്കര യുണീക്ക് എയർപോർട്ടാണ് കേട്ടോ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ എയർപോർട്ടാണ് ഗൈസ്. ഈ കല്ലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കടൽ തീരത്ത് കാണുന്ന കല്ലുകളാണ്. ഇവിടുത്തെ ഈ ഭാഗത്ത് കാണുന്ന ലൈം സ്റ്റോൺ കല്ലുകൾ പോലെയുള്ള അത്തരത്തിലുള്ള കല്ലുകളാണ് ഈ കാണുന്നതൊക്കെ. കണ്ടോ, ഇതിൽ സംഭവ സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിനി നേരെ ഡ്യൂട്ടി ഫ്രീയിലേക്ക് കയറും. ഇതിൻ്റെ അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കിനും ഇവിടെ നോക്കൂ വീണ്ടും. വാ, എൻ്റെ പൊന്നോ, ഇത് എന്താണിത്? ഇത് ലിറ്ററലി ഒരു ഷോപ്പിംഗ് മോൾ തന്നെ. ഇതിനകത്ത് പിസ്സ ഹട്ട് ഉണ്ട്, വെൻഡീസ് ഉണ്ട്, ടാക്കോ ബെൽ ഉണ്ട്, അങ്ങനെ പല പല
സംഭവങ്ങളുണ്ട്. എല്ലായിടത്തും എയർ കണ്ടീഷനും ഉണ്ട്, മറ്റേ വലിയ ഫാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ചൂടുള്ള സ്ഥലമല്ലേ, അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഹീറ്റ് മാനേജ് ചെയ്യണ്ടേ. ഞാൻ ഇവരുടെ രാജ്യ തലസ്ഥാനത്തെ സാന്റോ ഡൊമിംഗോ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരാബ്ധമാണെന്ന് തോന്നിയിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കും നല്ല കിടില സെറ്റപ്പാണെന്ന് മനസ്സിലായത്. അതായത് പ്രൈവറ്റ് എയർപോർട്ടും ബാക്കിയുള്ള എയർപോർട്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ കൺട്രോൾ ടവർ ഈസ് ദ ഫസ്റ്റ് ഇൻ അമേരിക്ക ടു ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു പബ്ലിക് ആർട്ട് എന്ന്. അത് കൊള്ളാം അല്ലേ? ATC ടവറൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇന്ന് ദൂരെ അവിടെ വിമാനം കിടക്കുന്നുണ്ടോ? ഏതോ ഒരു വിമാനം ഇപ്പോൾ വന്നതാണ്. വിമാനം ഇറങ്ങിയിട്ട് അത് ഇങ്ങനത്തെ ഓലപ്പുരയ്ക്കകത്തൂടെയാണ് നമ്മൾ അകത്തോട്ട് കയറി വരുന്നത്. ആ വിമാനം കിടക്കുന്നത് കണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് കാണാം. സെറ്റപ്പ് അല്ലേ? ഈ എയർപോർട്ടിൻ്റെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. പുന്തക്കന ഇൻ്റർനാഷണൽ എയർപോർട്ട് 1983 അവരുടെ കോല ഇങ്ങനെയായിരുന്നു. അതായത് റൺവേ ഉണ്ട്, അപ്പുറത്ത് റൺവേയുടെ ഇപ്പുറത്ത് ഒരു ഓലക്കുടിൽ പോലെ വളരെ മിതമായിട്ടുള്ള രീതിയിലാണ് ഇവർ ബേസിക്കലി ഇവിടെ സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ കാലത്തെ പഴയ ഫോട്ടോസൊക്കെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അത് ഭയങ്കര ഒരു കഥയുള്ളൊരു എയർപോർട്ടാണ്. അത് കണ്ടില്ലേ? വിമാനം ഇറങ്ങിയിട്ട് നേരെ ടെർമിനൽ പോലും ഇല്ലായിരുന്നു. ആൾക്കാരെ ബസ്സിൽ കയറ്റി റിസോർട്ടുകളിലേക്ക് പറഞ്ഞു വിടുന്ന പരിപാടിയായിരുന്നു ഇവിടെ. അപ്പോൾ ഇവരാണ് ഈ ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ അദാനി എന്ന് പറഞ്ഞ ആൾ. മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള ഇവരുടെ കഥകളും, പിന്നെ അതിനുശേഷം വലിയ വിമാനങ്ങൾ വന്നു തുടങ്ങി. 1990 കൺട്രോൾ ടവർ വന്നു. പിന്നെ അതിനുശേഷം ടെർമിനലുകളുടെ എക്സ്പാൻഷൻ വന്നു, പുതിയ ടെർമിനൽ പണിതു. 2018 VIP ലോഞ്ച് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ലോഞ്ചുകളിൽ ഒന്നാണ് അതെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ നോക്കട്ടെ. VIP ലോഞ്ചിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് കയറി സംഭവം ഒന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ ആക്സസും പരിപാടികളൊക്കെ ഒന്ന് കാണാമായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഇതിപ്പോൾ അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങോട്ട് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഡ്യൂട്ടി ഫ്രീക്കകത്തൂടെ കറങ്ങി തിരിഞ്ഞ് കയറി ഇറങ്ങി വേണം പോകാനായിട്ട്. അതങ്ങനെയാണല്ലോ, നമ്മൾ ഇതൊക്കെ കയറ്റി നടത്തി കാണിച്ച് നമ്മളിതൊക്കെ വാങ്ങിക്കുക എന്നുള്ളതാണല്ലോ എയർപോർട്ടുകളുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്, അല്ലേ? ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകൾ കണ്ട് മടങ്ങി പോകുക. കണ്ടു പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടം വരും. അങ്ങനെ ഇഷ്ടം വരുമ്പോൾ നമ്മളത് വാങ്ങിക്കും. അതൊക്കെയാണല്ലോ ശരിക്കും എയർപോർട്ടുകളുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത്. എയർപോർട്ടിൽ നേരത്തെ പോയി കഴിഞ്ഞ് ഇഷ്ടംപോലെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഏതെങ്കിലും തരത്തിലൊക്കെ പൈസ സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു പ്രൈവറ്റ് എയർപോർട്ട് എന്നൊക്കെ പറയുമ്പോഴേ എത്ര കാശായിരിക്കും അല്ലേ ഇവരുണ്ടാക്കുന്നത്. മറ്റേത് എയർപോർട്ട് മാനേജ്മെൻ്റ് അല്ലേ, ഇതിനകത്തുനിന്ന് വരുന്ന ഓരോ റവന്യൂ ഇവർക്കല്ലേ. അതായത് ഡ്യൂട്ടി ഫ്രീയിൽ പിന്നെ വിമാനങ്ങൾ വരുന്നതിൻ്റെ പാർക്കിംഗ് ചാർജ്, ലാൻഡിങ് ചാർജ്, പിന്നെ ഫ്യൂവലിംഗ് ചാർജ്, മറിച്ചതെന്നും പറഞ്ഞുകൊണ്ട് എന്തോരം പൈസയായിരിക്കും ഉണ്ടാക്കുന്നത്. അയ്യോ, ഏതാ ആലോചിക്കുന്നത്. സ്വന്തമായിട്ടൊരു എയർപോർട്ടൊക്കെ തുടങ്ങാൻ പറ്റുവാണെങ്കിലേ, പണ്ട് കാലത്ത് ദീർഘവീക്ഷണമുള്ള ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് എയർപോർട്ട് തുടങ്ങിയതൊക്കെ കൊണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നടക്കുന്നു അല്ലേ. ഇത് അത്യാവശ്യം വലിയ ഒരു എയർപോർട്ടാണ്. ഇവിടെ ക്യൂബൻ സിഗാർസ് വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്താ സാധനം ഇരിക്കുന്നത്? എന്തോ ഒരു സംഭവം. പിന്നെ ക്യൂബൻ സിഗാറുകൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അടുത്താണ് ക്യൂബ എന്ന് പറഞ്ഞില്ലേ. സോ ക്യൂബൻ സിഗാർസ് ഇസ് വെരി എക്സ്പെൻസീവ് ആൻഡ് വെരി പോപ്പുലർ. ക്യൂബയുടെ ഒരു മെയിൻ റവന്യൂ സോഴ്സ് ആണ് ക്യൂബൻ സിഗാർ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ VIP ലോഞ്ച്. പക്ഷേ ഇവിടെ അല്ല, മറ്റേ പൂളുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് ഈ എയർപോർട്ടിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര സിമ്പിൾ ഒരു എയർപോർട്ടാണ്, പക്ഷേ ഭയങ്കര ഭംഗിക്ക് ചെയ്തിരിക്കുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം. പുന്തക്കന റിസോർട്ട് ആൻഡ് ക്ലബ്ബ്. ഇതിനകത്ത് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. അകത്ത് കയറി വന്നപ്പം സെറ്റപ്പൊക്കെ സാധാരണ മാറി, വേറെ സാധാരണ എയർപോർട്ടുകളെ പോലെയൊക്കെ ആയി മാറി അകത്ത് കയറി വന്നപ്പോഴത്തേക്കും. സംഭവം പുന്തക്കന ഈസ് ഫേമസ് ഫോർ ദിസ് കൈൻഡ് ഓഫ് സോനീഴ്സ്. നല്ല വെറൈറ്റി സോനീറുകൾ കിട്ടുന്ന സ്ഥലമാണ് പുന്തക്കന. നമുക്ക് എന്തായാലും ഈ ലോഞ്ചിലൊന്ന് കയറാം. ഇത് ഡൂക്കിലി ലോഞ്ചാണ്, പക്ഷേ ഇവിടുത്തെ മെയിൻ ലോഞ്ച് ടെർമിനൽ ബിയിലാണ്. ഹായ്. So the terminal B is different, right? Yes. That is the one which is having swimming pool, right? The launch? This one has a swimming pool. Really? Okay, I just want to see. Okay, fine. ഇതിനകത്തും സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. വാവ്, ഇത് കൊള്ളാമല്ലോ പരിപാടി. ഇത് കിട്ടില്ല ലോഞ്ചടേ. ഇതൊരു 1.5 ലോഞ്ച്. അടിപൊളി മോനെ. ഇതിനകത്ത് ഇത് കണ്ടോ, ഈ ആർട്ട് വർക്കും പരിപാടികളൊക്കെ നോക്കി. ഇതൊക്കെ എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈലുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആർട്ട് വർക്കാണ്. മൊത്തം ടൈലാണ്, കണ്ടില്ലേ, ടൈല്. പിന്നെ ഇവിടെ പുന്തക്കന റിസോർട്ട് ഓണേഴ്സ് ലോഞ്ച് എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട്. അത് റിസോർട്ട് ഓണേഴ്സ് ലോഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും എനിക്കറിയത്തില്ല. അത് അങ്ങനെ ഒരു സംഭവം ഇവിടെ കാണാം. പിന്നെ ഇവിടെ പ്രൈവറ്റ് റൂമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ലോഞ്ചിൽ നമുക്ക് പ്രൈവറ്റ് റൂമൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ സംഭവങ്ങൾ, ടോയ്ലറ്റ്. പ്രൈവറ്റ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റുന്ന സംഭവങ്ങളാണ്, മനസ്സിലായില്ലേ? അതാണ് പരിപാടി. സോ ഇത് ടോയ്ലറ്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ. അടിപൊളി. സ്വിമ്മിംഗ് പൂൾ അവിടെ. ഞാൻ സ്വിമ്മിംഗ് പൂൾ കാണാൻ വേണ്ടിയാണ് ഇതിനകത്ത് കയറിയത്. ഇവിടെ പുറത്താണ് ടെറസ്, പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഇൻഫിനിറ്റി പൂൾ. ഓ, അത് പൊളിച്ചു. അതെങ്ങനെ പരിപാടി?
ഒരു എയർപോർട്ടിനുള്ളിൽ നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ടുണ്ടോ? അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് എയർപോർട്ടിനുള്ളിൽ ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ ആൻഡ് ദാറ്റ് ടു വിത്ത് എയർക്രാഫ്റ്റ് റൺവേ വ്യൂ. എൻ്റെ മോനെ അത് പൊളിച്ച്. പക്ഷേ ഇവിടെ ഒരു വിമാനങ്ങളെ വന്ന് കടന്നായിരുന്നെങ്കിൽ തകർത്തേനെ. 2 ലോഞ്ച് ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. 2 അടുത്തും സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ആകെയുള്ള 2-3 മണിക്കൂർ സമയത്ത് നമുക്കിവിടെ വിമാനങ്ങൾ വന്ന് കിടക്കുന്നത് കണ്ടുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു വിമാനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരുന്നേ കൊള്ളായിരുന്നു. ഇതെന്തായാലും ഒരു ഗംഭീര പരിപാടിയായിപ്പോൾ കേട്ടോ. എയർപോർട്ട് വിത്ത് സ്വിമ്മിംഗ് പൂൾ. ആഹാ, എയർപോർട്ട് ലോഞ്ച് വിത്ത് സ്വിമ്മിംഗ് പൂൾ. ഇത് ഗംഭീര പരിപാടിയല്ലേ? അതൊക്കെ അപ്പുറത്തല്ല ആ കാണുന്നതൊക്കെ ടെർമിനൽ ബിൽഡിംഗ് ആണ്. മറ്റേ ഓല വെച്ച് ഡെക്കറേറ്റ് ചെയ്ത്, പനയോല വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെർമിനൽ ബിൽഡിങ്. ഓ, ഇതൊരു ഗംഭീര പരിപാടിയാണ് കേട്ടോ. ഇതിനകത്ത് ആൾക്കാർ ഇറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി 2 മണിക്കൂറേ ലോഞ്ച് ആക്സസ് കിട്ടുള്ളൂ പലയിടത്തും, അല്ലെ 3 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. ഈ 2 മണിക്കൂറിൽ ആര് വന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനാ? 100 പേരിൽ 1-2 പേര് ഇറങ്ങുമായിരിക്കും. നമുക്ക് ടവലൊക്കെ കിട്ടും കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള ടവലും പരിപാടികളും സാധനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അവിടെ വാഷ്റൂമുണ്ട്. പിന്നെ സ്വിംവെയർ വേണം ഇറങ്ങാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്വിംവെയർ വേണം. അതായത് ഇപ്പം നമ്മൾ ഹാൻഡ് ബാഗിൽ ഇതൊക്കെ ക്യാരി ചെയ്താലല്ലേ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഒരു മോഡിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സംഭവം എന്ന് പറയണം. അപ്പോൾ സ്വിം സ്യൂട്ട് ഉണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ ഈ എയർപോർട്ട് വഴി ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ സ്വിം സ്യൂട്ട് ഇല്ല, പക്ഷേ ഷഡ്ഡിട്ട് ഇറങ്ങാനും പറ്റത്തില്ലല്ലോ. സാധാരണ ഞാനിടുന്ന മറ്റേ നിക്കർ, ഇത് ഞാൻ കോട്ടൺ നിക്കറായിട്ട്, ഞാൻ ബാക്കിയുള്ള ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങായിരുന്നു. പക്ഷെ അപ്പം തിരിച്ച് കയറിയിട്ട് വേറെ എന്തിടും. നനഞ്ഞ ഇട്ടും വെച്ചിട്ട് അകത്ത് കയറാൻ പറ്റില്ലല്ലോ, വിമാനത്തിൽ കയറ്റില്ലല്ലോ. സോ അപ്പോൾ ഈ വിമാനത്താവളം വഴി ആരെങ്കിലും പുന്താക്കന വഴി ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വിം സ്യൂട്ട് കൈ കരുതണം, എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൈ കരുതിയാൽ ഇതൊക്കെ യൂസ് ചെയ്യാം. ചൂടാ, അവിടെ ഒരു വിമാനം വന്ന് കിടക്കാറുണ്ട്, അടിപൊളിയായിരുന്നു അല്ലേ. 1.3 മീറ്റർ ആഴമുള്ള പൂളാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ. നോ ഡൈവിങ് ഓർ ബോംബിങ് എന്ന്. ദൈവമേ, എന്തോന്നില്ലേ അത് വേറെ ബോംബിങ് ആണ് ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന ബോംബിങ് അല്ല. ഇത് കണ്ടോ, ഈ കല്ല് കണ്ടോ, ഇതൊക്കെ ഇവിടെ ലോക്കലി സോഴ്സ് ചെയ്ത സംഭവങ്ങളാണ്, കണ്ടില്ലേ. അതായത് ഇവിടെ ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള കല്ലുകൾ കിട്ടുമല്ലോ. ഈ കടൽ തീരത്ത് ഇഷ്ടംപോലെ ഇതുപോലുള്ള കല്ലുകൾ കിട്ടും. ഇത് വെച്ചിട്ടാണ് ഇങ്ങനത്തെ കെട്ടിടങ്ങളുടെ ആ ഒരു ഭിത്തിയും ബാക്കിയുള്ള പാർട്ടീഷനും പരിപാടികളൊക്കെ ഇവർ ചെയ്തിരിക്കുന്നത്. അടിപൊളി. ഇവർ മാക്സിമം ഒരു നേച്ചർ ഫ്രണ്ട്ലി സെറ്റപ്പ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് ഇവിടെ എയർ കണ്ടീഷൻ പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ടെർമിനലുകൾ വലുതായപ്പോഴാണ് എയർ കണ്ടീഷനൊക്കെ വരുന്നത്. എയർപോർട്ടിനകത്തെ ഇത് ഈ റൺവേയുടെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലോ, അതുപോലെയുള്ള മരങ്ങൾ. ഇത് പ്ലാവാണോ? കണ്ടിട്ട് എനിക്ക് പ്ലാവ് പോലെ ഉണ്ട് കേട്ടോ കണ്ടിട്ട്. VIP ലൗഞ്ച്. ഇനി ഇവിടെ എന്തൊക്കെ ഫുഡുണ്ടെന്ന് നോക്കാം. ഫുഡൊക്കെ കണക്കായിരിക്കും, കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ട് പാൻ കേക്ക് ഉണ്ട്, പിന്നെ മറ്റേ സലാമി, ചീസ് റാപ്പ്, ട്യൂണ സാൻഡ്വിച്ച്, മൊസറല്ല ചീസ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ചീസും ബട്ടറും പിന്നെ ഫ്രൂട്ട്സൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ മറ്റേ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് കുറേ ഉണ്ട്. പൈനാപ്പിള്, വാട്ടർമെലൺ, പാഷൻ ഫ്രൂട്ട്, പിന്നെ ഇത് പുഴുങ്ങിയ കിഴങ്ങല്ലേ ഇത്, കിഴങ്ങല്ലേ ഇത്, സോട്ടഡ് പൊട്ടറ്റോസ്, പിന്നെ ഇത് മുട്ട. ഇതാണ് ഇവിടെ ഉള്ളത്, ഇത്ര സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. മുട്ട പറഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി വൃത്തിയായിട്ട് വേണം. ഊളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഫുഡൊക്കെ ശോഭമാണ്. വേറെ സംഭവമൊന്നുമില്ല. അത് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് കേക്കും പാൻ കേക്കും മഫിനും അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളൂ. അത് മുട്ട തന്നെയാണോ? അറിയില്ല, അത് കിഴങ്ങാ. മുട്ട കൊള്ളൂല, ടേസ്റ്റില്ല. ഈ ലോഞ്ചിനകത്ത് ആംബിയൻസ് ഒഴികെ ബാക്കി ഒന്നും കൊള്ളൂല, ഫുഡൊന്നും കൊള്ളൂല. ഈ ബാത്റൂമിലെ ടോയ്ലറ്റിലെ ആംബിയൻസ് കണ്ടില്ല, എനിക്ക് അടിപൊളിയല്ലേ, നല്ല കിടുക്കാഴ്ചയായിട്ട്. അത് പക്ഷേ പ്ലാസ്റ്റിക് കേട്ടോ, കാരണം ഇവിടെ കാറ്റൊന്നും കയറാത്ത സ്ഥലത്ത് ചിലപ്പം മറ്റൊന്നും ഇരിക്കത്തില്ലായിരിക്കും. പ്ലാസ്റ്റിക്കാണ് അതൊക്കെ. സെറ്റപ്പ് കേട്ടോ, നല്ല നീറ്റാണ് സംഭവം. ഇതെന്താ പരിപാടി എന്നറിയാമോ? അതായത് ഇത് എക്സ്ക്ലൂസീവ് ലോഞ്ച് ഫോർ ഓണേഴ്സ്. ഈ എയർപോർട്ടിൻ്റെ ഓണേഴ്സ് വരുമ്പോൾ അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഓണേഴ്സ് ലോഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നത്. കൊള്ളാമല്ലേ പരിപാടി. പിന്നെ എൻ്റെ സ്വന്തം എയർപോർട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലം വേണ്ടേ അല്ലേ? അതാണ് സംഭവം. എന്നാ ഒരു പരിപാടിയാണോ. സോ ലെറ്റ്സ് ഗോ നൗ. നമുക്ക് തിരിച്ചു പോവാം, നമുക്ക് ബോർഡിങ്ങിന് സമയമായി. ഇത് തടി കേട്ടോ, ഇതെല്ലാം മറ്റേ തടിയാണ് കണ്ടില്ലേ നോക്കി.
ഈ ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞ സംഭവത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് ഈ ലിക്കറിൻ്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഡ്യൂട്ടി ഫ്രീ ഒക്കെ വൻ ഉടായ്പാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില രാജ്യങ്ങളിലൊക്കെ ഡ്യൂട്ടി ഫ്രീനെക്കാട്ടി ചീപ്പായിട്ടൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്ന കണ്ടിട്ടുണ്ട്. ലിക്കർ ഓഫ് കോഴ്സ് നമുക്ക് ഡ്യൂട്ടി ഫ്രീയിൽ അത്യാവശ്യം ചീപ്പാണ്, അത്യാവശ്യമല്ല നല്ല ചീപ്പാണ്, എക്സ്പെൻസീവാണ്. പുറത്ത് ചില രാജ്യങ്ങളിൽ ഡ്യൂട്ടി ഫ്രീ, ഇപ്പോൾ UK പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീനെക്കാട്ടി ചീപ്പാണ് UK പല സ്ഥലങ്ങളിലെയും മദ്യത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളെ പറ്റി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ നമ്മളെ ഗേറ്റിൻ്റെ അടുത്തെത്തിയിട്ട് ഈ വിമാനത്തിൽ കയറാനായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് കയറാൻ വെമ്പലുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ജസ്റ്റ് ഗേറ്റിൻ്റെ തൊട്ടടുത്താണ് ബാർ വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെയും അതേപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡുകളുടെയൊക്കെ തൊട്ടടുത്ത് ബാറുണ്ടാവും എല്ലായിടത്തും. അതേപോലെ തന്നെയാണ് ഇവിടെ. നേരെ എയർപോർട്ടിനകത്ത് ബാറുണ്ട്, പക്ഷേ ഗേറ്റിൻ്റെ ഇത്രയും അടുത്ത് ബാർ കൊണ്ട് വെച്ചിരിക്കുന്നത് ഈ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൾക്കാർ ബോർഡ് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ കള്ളു കുടിക്കാം. അവിയൻക എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ടൊറൻഡോയിലേക്ക് പോകുന്ന ആൾക്കാരാണ് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൊറൻഡോ ജെറ്റ് ബ്ലൂവിൻ്റെ ഒരു വിമാനം, ഇത് നമുക്ക് പോകാനുള്ള വിമാനമായിരിക്കും മിക്കവാറും. ഇവിടെ നിന്ന് സാൻ ആൻഡ് പോർട്ടോറിക്കോയിലേക്കുള്ള ബോർഡിങ് തുടങ്ങി. വലിയ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഫ്ലൈറ്റിന്. ഇവിടെ ആൾക്കാരും ഇല്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ്, താങ്ക് യു. ഹലോ, ഹായ്, താങ്ക് യു. ഇത് കൊള്ളാമല്ലേ? ഓലപ്പുരക്കകത്തൂടെ നമ്മൾ വിമാനത്തിൽ കയറാൻ പോകുന്ന സെറ്റപ്പ്. നൈസ് പരിപാടിയല്ലേ ഇത്? ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ പരിപാടി. എന്തായാലും ഗംഭീരമാണ്. അവിടെ ഒരു ജെറ്റ് ബ്ലൂ പുഷ് ബാക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇത് നമുക്ക് പോകാനുള്ള ജെറ്റ് ബ്ലൂ ആണ് ഈ കിടക്കുന്നത്. അത് മിക്കവാറും ടൊറൻഡോയ്ക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയിരിക്കും. അതിനകത്ത് അപ്പുറത്ത് വേറെ എന്തൊക്കെയോ കിടപ്പുണ്ട്. എനിക്ക് സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാമല്ലോ പരിപാടി. നമ്മൾ വിമാനത്തിൽ കയറാൻ പോകുന്നതിന് മുമ്പ് വിമാനത്തിൽ കയറാൻ നിൽക്കുമ്പോൾ വേറെ പരിപാടി ഉണ്ടോ? അടിപൊളി. ഇങ്ങനെയാണ് ആൾക്കാരെ വിമാനത്തിൽ കയറ്റി വിടുന്നത്, ബോർഡിംഗ് ഒക്കെ ചെയ്യിപ്പിച്ച്. ഓ എന്തൊക്കെയോ സ്പാനിഷ് ഭാഷയിൽ പറയുന്നുണ്ട്. എന്തായാലും ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതാണ് പ്രീ ബോർഡിംഗ് പരിപാടികൾ, കലാപരിപാടികൾ എന്ന് പറയുന്നത്. അടിപൊളിയാണ്, അത് പൊളിച്ചേട്ടോ. എന്തായാലും വെറൈറ്റി സംഭവമാണ്. നമ്മൾ ഓലപ്പുരയിൽ വിമാനത്തിൽ കയറുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓലപ്പുരയിൽ വിമാനത്തിൽ കയറുന്നത്, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ട, ഓലപ്പുര എയർപോർട്ടിൽ നിന്ന് നമ്മൾ വിമാനത്തിൽ കയറുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഗംഭീര ഒരു വിമാനയാത്ര ഞാൻ നടത്താൻ പോകുന്നതും ഇത്രയും വലിയൊരു എയർപോർട്ട് എക്സ്പീരിയൻസ് കിട്ടുന്നതും. അത് ഗംഭീര പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഹായ്, ഹലോ. ദർ ഈസ് എ വണ്ടർഫുൾ ബോർഡിങ്. അത് ഗംഭീരം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തതല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുള്ളത്. ഇതൊക്കെയാണ് പ്രൈവറ്റൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പോഴത്തേക്കിനും ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോരോ സംഭവങ്ങൾ ഓരോരോ സ്ഥലത്ത് നടക്കും. അമേരിക്കൻ കമ്പനിയാണ് ജെറ്റ് ബ്ലൂ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അമേരിക്കയുടെ ദ്വീപിലേക്കാണ്. ജെറ്റ് ബ്ലൂവിൻ്റെ കിടിലം വിമാനം. അപ്പോൾ ബൈ ബൈ. ഗുഡ് മോർണിംഗ്. ഹായ്, ഹൗ ആർ യു? ഞാനിതുവരെ യാത്ര ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിമാനമാണ് ജെറ്റ് ബ്ലൂ. ഒരു രക്ഷയില്ല. ഇവരുടെ സീറ്റ് അടിപൊളിയാണ്. ഇവരുടെ ലെഗ് സ്പേസ് ഒക്കെ നോക്കൂ, എന്തോ ഒരു ലെഗ് സ്പേസ് ആണെന്നറിയോ? അടിപൊളി ലെഗ് സ്പേസ്. അതായത് ഞാൻ ഇരിക്കുന്ന 20ാമത്തെ റോയില്ല, പുറകിലാണേ. എന്നിട്ടും ഇത്രയും ലെഗ് സ്പേസ്. എല്ലാ സീറ്റിനും താഴെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പും ചാർജിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻഫർടൈൻമെൻ്റ് ഉണ്ട്, അതിനൊന്ന് പൈസ കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ല അവിടെ പേരൊക്കെ കാണിക്കും. ഹായ് സുജിത്ത്. ഓ, അതൊക്കെ വൻ സെറ്റപ്പ് കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അപ്പോൾ US എൻ്റെ ഫേവററ്റ് എയർലൈൻ ഇതുവരെ ജെറ്റ് ബ്ലൂ ആണ്. ഞാൻ ഇതുവരെ ഡെൽറ്റയിൽ യാത്ര ചെയ്തിട്ടില്ല. ഡെൽറ്റയിൽ യാത്ര ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അമേരിക്കൻ യാത്ര ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്പിരിറ്റ് ഓക്കെ ബഡ്ജറ്റ്. അങ്ങനെ നമ്മുടെ ഓലപ്പുര എയർപോർട്ടിൽ നിന്നും നമ്മൾ പോവുകയാണ് ഗൈസ്. ഇത് അവിടെ ആൾക്കാർ ബോർഡ് ചെയ്യുന്ന കണ്ടില്ലേ? അവിടെ ഉണ്ട് ഈ പറഞ്ഞ എല്ലാ പരിപാടികളും. ജെറ്റ് ബ്ലൂ വിമാനത്തിൽ നമുക്ക് ഫ്രീ വൈഫൈയും കിട്ടും. അത് മൊത്തം ഫ്രീ ആണ്. കണ്ടല്ലേ, ഒരു ആഡ് കണ്ടാൽ മതി. ഈ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വൈഫൈ കിട്ടും. അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. അതായത് ഗേറ്റ് ടു ഗേറ്റ് ആണ്. നമ്മൾ വിമാനത്തിൽ കയറിയിരിക്കുന്ന സമയം മുതൽ തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന വരെയുള്ള സമയം നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഹൈ സ്പീഡ് വൈഫൈ, യൂട്യൂബ് വരെ കാണാം. വിജനമായ വിമാനത്തിൽ ഞാൻ യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് 30 മിനിറ്റേ ഉള്ളൂ. ആകെ 30 മിനിറ്റ്, അരമണിക്കൂർ. കേവലം അരമണിക്കൂർ യാത്രയ്ക്കാണ് ഇത്രയും വലിയ വിമാനം. ഈ വിമാനത്തിലാകെ
10-25 പേരേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. വിമാനത്തിൽ പാസഞ്ചേഴ്സ് ഇല്ലെങ്കിൽ സീറ്റൊക്കെ കിടന്ന് വിറയ്ക്കും. സീറ്റൊക്കെ കിടന്ന് വിറയ്ക്കുന്നത്, വിമാനം തന്നെ മൊത്തത്തിൽ കിടന്ന് വിറയ്ക്കുന്നത്. ഇവരിവിടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത്, ലാൻഡ് ചെയ്യുന്ന സമയത്തൊന്നും വിൻഡോ ഷീറ്റ്സ് പൊക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. US മൊത്തത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പരിപാടിയെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പോകുന്നത് കണ്ടില്ലേ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്ന് പോർട്ടോറിക്കോ, ഇത്രേ ഉള്ളൂ. അതായത് പൊങ്ങത്ത് പോലും ഇല്ല കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10,000-15,000 ഫീറ്റ് അത്രയൊക്കെ പൊങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് പോർട്ടോറിക്കോയുടെ മേളിലെത്തി. ഇപ്പം ഇതുണ്ടല്ലേ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 4/1 അതാണ് പോർട്ടോറിക്കോ. ഈ പോർട്ടോറിക്കോന്ന് നമ്മൾ ഈ കാണുന്ന ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് പോവും, അവിടെ നിന്ന് പിന്നെ അങ്ക്വില്ല, ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ, പിന്നെ ഇങ്ങനെ പോകണം. അതാണ് നമ്മുടെ അടുത്ത ദിവസങ്ങളിലെ പരിപാടി എന്ന് പറയുന്നത്. ഉണ്ടോ, ഫുള്ള് ഇതുപോലെ ചെറിയ ചെറിയ ദ്വീപുകളാണ് കേട്ടോ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് സീറ്റ് ബെൽറ്റ് സൈൻ പോലും ഓഫ് ചെയ്തിട്ടില്ല. ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടേക്ക് ഓഫ് ചെയ്യുന്നു, പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ഡിസെൻഡ് ചെയ്ത് തുടങ്ങാണ്. നമ്മൾ പോർട്ടോറിക്കോ എത്തി. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ കാണുന്ന 2 രാജ്യങ്ങൾക്കിടയിൽ ഫെറി ഓപ്പറേറ്റ് ചെയ്തുകൂടെയെന്ന്. അങ്ങനെ ഫെറി ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രമുള്ള പാസഞ്ചർ മൂവ്മെൻറ്റ്സ് ഒന്നും ഈ 2 രാജ്യങ്ങൾക്കിടയിലില്ല. ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ വിമാനത്തിൽ തന്നെ 200 സീറ്റുള്ളതിലാകെ 20-25 ആൾക്കാർ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഏറ്റവും ആഴമുള്ള പ്രദേശങ്ങളിലൊന്ന് ഈ പോർട്ടോറിക്കോ ട്രെഞ്ചാണ്. ഈ ഐലൻഡിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് വിമാനത്തിൽ ഏരിയൽ ടൂർ നടത്തിയെത്തി. ആ അറ്റത്താണ് എയർപോർട്ട് ഉള്ളത്. ഇതാണ് സാനുവാൻ എന്ന് പറയുന്നത്, ഇവരുടെ മെയിൻ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാനുവാനിലെ പോർട്ടോറിക്കോയിലെ പോർട്ടാണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു പഴയ ഡൊമസ്റ്റിക് എയർപോർട്ടും കാണാം. ആ ഡൊമസ്റ്റിക് എയർപോർട്ട് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഈ പോർട്ടോറിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിഷ് വേർഡാണ്. റിച്ച് പോർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് റിച്ച് പോർട്ട്, റിച്ച് ആയിട്ടുള്ള ഒരു പോർട്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പോർട്ടോറിക്കോ എന്ന് പറഞ്ഞ പേര് വരുന്നത്. ശരിക്കും പണ്ട് കാലത്ത് ഇത് സ്പാനിഷ് കോളനി ആയിരുന്നു. അതായത് നമ്മുടെ വാസ്കോ ഡ ഗാമ വന്ന സമയത്ത് വാസ്കോ ഡ ഗാമ കൈയടക്കി ഇവിടെ അടിമത്തവും ബാക്കിയുള്ള പരിപാടികളും ഒക്കെ ചെയ്ത് സ്പാനിഷ് അറ്റാച്ച്മെൻ്റ് ആക്കി മാറ്റി സ്പാനിഷ് കോളനി ആയിരുന്ന ഈ ഒരു സ്ഥലം പിന്നീട് ഈ സ്പാനിഷ് അമേരിക്കൻ വാർ നടന്ന സമയത്താണ് ശരിക്കും അമേരിക്ക ഇത് തിരിച്ച് കൈയടക്കിയത്. എൻ്റെ അമ്മ, ഇത് ഭയങ്കര ക്രൗഡഡായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. ഈ ദ്വീപിൻ്റെ 70% വരുന്ന പോപ്പുലേഷനും ജീവിക്കുന്നത് ഈ കാണുന്ന ഇവരുടെ സാനുവാൻ എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിലാണ്. ഓ എൻ്റെ ദൈവമേ, ഇതെന്താണ് ഇത്? അമേരിക്കയാണ് ഗൈസ്. പക്ഷേ അമേരിക്കയുടെ ഒരു ചാമില്ലാത്തൊരു സ്ഥലമല്ലേ. അതുകൊണ്ടായിരിക്കും മിക്കവാറും അമേരിക്കയുടെ സ്റ്റേറ്റ് ആക്കി മാറ്റാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പൈലറ്റിൻ്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ നമ്മൾ 15 മിനിറ്റ് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. ആകെപ്പാട് അരമണിക്കൂറേ ഉള്ളൂ. അതിനകത്ത് 15 മിനിറ്റ് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് വേറെ വിമാനം കിടക്കുകയാണ്. അവരവിടെ നിന്ന് പുഷ് ബാക്ക് ചെയ്തിട്ട് പോയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഡിഗ്ര തണുപ്പാണ് കഴിച്ച് തണുത്ത് വറുത്തിരിക്കുക. ഞാൻ തണുത്തിട്ട് വയ്യ. ഞങ്ങളെവിടെ പിടിച്ചിട്ടിരിക്കുക. വേറെ കുറേ വിമാനങ്ങൾ വരികയും പോവുകയൊക്കെ ചെയ്ത് എത്ര നേരമായെന്നറിയോ? അടുത്ത വിമാനം വന്ന് ഡെൽറ്റ. ഇവരെല്ലാവരും വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഞങ്ങളിവിടെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക. ഡെൽറ്റയുടെ എയർബസ് കാലിയായിരുന്നു വിമാനം. നോക്കി 10-12 പേരുണ്ടാവും. നോക്കി ആരും ഈ സീറ്റിലൊന്നും ആരുമില്ല. ആകെ കുറച്ച് സ്ഥലത്ത് പുറകിൽ കുറച്ച് സ്ഥലത്ത് ആൾക്കാരുണ്ടായിരുന്നു. നോക്കി ഇതെല്ലാം കാലിയായി കിടക്കുന്ന വിമാനം. അയ്യോ, ഇവർക്കിതെങ്ങനെ മുതലാവുന്നെന്ന് ഞാൻ ആലോചിക്കുന്നേ. അങ്ങനെ 10-20 യാത്രക്കാരുമായിട്ട് ഈ വലിയ എയർബസ് A320 വിമാനം നമ്മൾ അമേരിക്കയുടെ പോർട്ടോറിക്കോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിനിയിപ്പോൾ അമേരിക്കയുടെ ഇമിഗ്രേഷൻ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ വീണ്ടും. അങ്ങനെ വെൽക്കം ടു പോർട്ടോറിക്കോ. നമ്മൾ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള പോർട്ടോറിക്കോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഇമിഗ്രേഷനിൽ എന്നോട് ആസ്ക് മീ എനിത്തിങ്. US ഇമിഗ്രേഷൻ അല്ലേ, അപ്പം എന്തിനാ വന്നത് ചോദിച്ചാൽ പറഞ്ഞു 2 ദിവസം ഉണ്ട്, ട്രിപ്പിലാണെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ യൂട്യൂബറാണെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞൊന്നുമില്ല. ലൈക്ക് ആസ്ക് മീ എനിത്തിങ്. എവിടെ താമസിക്കുന്നത് യൂഷ്വൽ ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളായിരുന്നു. ഒന്നും ഒന്നും കാണിക്കാൻ പറഞ്ഞൊന്നുമില്ല. എല്ലാം ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഞാനൊരു കാറ് റെൻറ്റിൽ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ
നമുക്ക് വണ്ടിയിലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു കാർ റെന്റൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാർ റെന്റലിൽ അങ്ങോട്ടേക്ക് പോകണം. ഇനി കാർ റെന്റലിലെ ആൾക്കാർക്ക് ഇവിടെ നിന്ന് പിക്കപ്പ് ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്ന വാനുണ്ട്. അപ്പോൾ ഈ വാനിൽ കയറിയിട്ട് നമ്മൾ പോയിട്ട് വേണം കാർ റെന്റ് എടുക്കാൻ. അങ്ങനത്തെ എന്താ പരിപാടിയൊക്കെയാണ് ഇവിടെ തോന്നുന്നു. സോ നോക്കട്ടെ. ഇവിടെയൊക്കെ കാർ റെന്റൽ ഇല്ലാതെ ഒരു പരിപാടി നടക്കുകയല്ല. അപ്പോൾ ഇവിടെ എല്ലാ കാർ റെന്റൽ കമ്പനികളുടെ സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആവിസ് കാർ റെന്റലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കണം. അതാണ് ഇവിടുത്തെ പരിപാടി. എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ നോക്കട്ടെ. ഓക്കെ, സോ ഐ ക്യാൻ ഗോ ടു ദി ലോട്ട്, റൈറ്റ്? യാ, താങ്ക് യു. ആക്ച്വലി നേരെ എൻ്റെ ലോട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. എനിക്കിവിടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഞാൻ അവിസ് പ്രിഫേർഡ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി ലോട്ട്. ഇത് ഭയങ്കര സിസ്റ്റമാറ്റിക് കേട്ടോ പരിപാടികളൊക്കെ. ഇതാണ് അവിസ് പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് അവിസിൻ്റെ വണ്ടി റെന്റ് എടുക്കുകയാണ് കിട്ടുന്ന സംഭവമാണ്. പിന്നെ നമുക്ക് ചില ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവിസ് പ്രിഫേർഡ് സ്റ്റാറ്റസ് തരും. ഈ കാണുന്ന ഹ്യുണ്ടായി എലാൻഡ്ര എന്ന് പറഞ്ഞ ഇതും അടിപൊളി വണ്ടിയാണല്ലോ. പക്ഷേ ഞാൻ ബുക്ക് ചെയ്തത് ഇതല്ലല്ലോ. ഞാൻ സാധാരണ ഒരു വണ്ടിയാണല്ലോ ബുക്ക് ചെയ്തത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഹ്യുണ്ടായി എലാൻഡ്ര എന്ന് പറഞ്ഞൊരു വണ്ടി. അടിപൊളി. ഇതിൻ്റെ ബൂട്ട് എങ്ങനെയാണ് തുറക്കുന്നത്? ഇതൊക്കെ ഇവിടെ അൺലോക്ക് ചെയ്തിട്ടിരിക്കുക കേട്ടോ ഈ സെറ്റപ്പ്. അത് കൊള്ളാം. ഇത് അൺലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഇതെങ്ങനെ എൻ്റെ ബൂട്ട് തുറക്കുന്നത് എവിടെയാ? എൻ്റെ ചാവിയൊക്കെ എവിടെയാ? അപ്പോൾ ഇതിനകത്ത് ഉണ്ടാവോ ചാവിയൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണല്ലോ സംഭവം. അടിപൊളി. എയർപോർട്ടിൽ തന്നെ ചാവിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. എനിക്ക് ഈ വണ്ടി അടിപൊളിയാണല്ലോ. ഇത് നൈസ് വണ്ടി. ഇതിന് അത്യാവശ്യം വിലയുണ്ട്. 2 ദിവസത്തേക്ക് 15,000 രൂപയാണ് കേസ്. എന്നാലും നമ്മൾ ബർമുഡയിൽ ബൈക്ക് എടുത്ത പോലെ അല്ലല്ലോ, അത്ര ഇല്ലല്ലോ. സോ വി കീപ് ദ പെട്ടി ഹിയർ. അങ്ങനെ വണ്ടി കിട്ടി. ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്തു. പിന്നെ റെന്റൽ ഡോക്യുമെന്റ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇതും കൊണ്ട് ഇറങ്ങി പോകുന്നതെന്നൊക്കെ ഉള്ളതല്ലേ, നോക്കാം. ഭാഗ്യം ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ. വളരെ രക്ഷപ്പെട്ടു. റിവേഴ്സ് ക്യാമറ കിട്ടും. ഇത് പുതിയ കിടിലൻ വണ്ടി കേട്ടോ. അത് ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇത് എക്സിറ്റ് ചെയ്യുന്നത്? എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അവിസ് പ്രിഫേർഡ് സർവീസ് മെമ്പേഴ്സ് പ്ലീസ് പ്രൊവൈഡ് ലൈസൻസ് ഓൺലി. ഓൾ അതർ റെന്റേഴ്സ് പ്ലീസ് പ്രൊവൈഡ് ലൈസൻസ് ആൻഡ് റെന്റൽ അഗ്രിമെന്റ്സ്. ട്രൈ ടു റിട്ടേൺ യുവർ കാർ 2 hours ബിഫോർ യുവർ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ. അപ്പം ഞാൻ ആക്ച്വലി അവിടെ പോകേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നല്ലേ കൗണ്ടറിൽ. നേരെ ഇവിടെ വന്നിട്ട് ലൈസൻസ് പ്ലേറ്റ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇനി എങ്ങനെ പരിപാടി നടത്തില്ല, നോക്കട്ടെ. ഹലോ, ഹായ്. ഓക്കെ, സോ ഡു യു നീഡ് എനിത്തിങ് ഫ്രം ദിസ്? That one, okay. And you need a driver's license as well? Okay. So I have to drop the car in the same place, right? Yeah, here. Okay. Right, have a good one. Thank you. ഇത്ര പരിപാടി. ഇത്ര എളുപ്പമായിരുന്നോ കാറൊക്കെ റെന്റ് എടുക്കുന്നത്? നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അവർ പിടിച്ചു വെക്കും. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ആക്ച്വലി എനിക്ക് 15,000 രൂപ ആയത് ഞാൻ ഫുൾ ഇൻഷുറൻസ് എടുത്തിട്ടാട്ടോ. അതായത് വണ്ടിക്ക് എന്ത് പറ്റിയാലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഫുൾ ഇൻഷുറൻസ് എടുത്തിട്ടാണ് ഞാൻ ഇത്രയും പൈസ ആയത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഇൻഷുറൻസ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിന്റെ പകുതി റേറ്റേ ആവുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവാണ്. ഞാൻ റോഡിന്റെ വലതുവശത്തൂടെ വേണം വണ്ടി ഓടിക്കാൻ. ഇത് അമേരിക്കയാണ്. എൻ്റെ കയ്യിൽ ഇന്റർനാഷണൽ ലൈസൻസ് ആണുള്ളത്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് 2 തരത്തിൽ എടുക്കാൻ സാധിക്കും. എൻ്റെ കയ്യിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേരള MVD തരുന്ന ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത് വാങ്ങേണ്ടതാണ്. കേരള MVDയുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പണ്ട് കുറേ ഡോക്യുമെന്റ്സ് വേണമായിരുന്നു. ഇപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ അതിന്റെ ഫോർമാലിറ്റി ഒക്കെ കുറച്ചു. ഇപ്പോൾ അത്രയും ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ്. അത് എടുക്കാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് അതെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനമുണ്ട്. അതായത് ഇന്റർനാഷണൽ ഡ്രൈവേഴ്സ് പെർമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗവൺമെന്റ് ഓതറൈസ്ഡ് സാധനമൊന്നും അല്ലാതെ ഒരു പ്രൈവറ്റ് ഏജൻസി തരുന്ന ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെന്റ് ആണ്. അപ്പൊ ആ ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെന്റ് ഇപ്പൊ ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ചൈന പോലെയുള്ള, റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെന്റ് വെച്ചിട്ട്. അതിന് അത്യാവശ്യം പേയ്മെന്റ് ഉണ്ട്. $100 അടുപ്പിച്ച് വിലയുണ്ട്. അതിന് 2 വർഷത്തെ വാലിഡിറ്റി ആണുള്ളത്. അപ്പൊ ഈ സാധനം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഞാൻ അതിന്റെ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ സംഭവം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ പോർട്ടോറിക്കോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് നിങ്ങൾക്ക് ഏതൊക്കെ രാജ്യത്ത് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഞാൻ വീണ്ടും പറയുന്നത് ഒരു ഗവൺമെന്റ് ഓതറൈസ്ഡ് സാധനമല്ല, പക്ഷേ അതൊരു വാലിഡ് സാധനമാണ്. എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ പല രാജ്യങ്ങളിലും വണ്ടി എടുത്തിട്ടുണ്ട്, ഓടിച്ചിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? ഇതിപ്പോ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഏത് രാജ്യത്തും ഓടിക്കാം. പക്ഷെ എന്തെങ്കിലും വള്ളി വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. അതാണ് പ്രശ്നം പറയുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാം. അപ്പൊ നമുക്ക് പോർട്ടോറിക്കോയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഞാൻ ആദ്യം എൻ്റെ Airbnb പോയിട്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് ഇറങ്ങാം. പാർക്കിംഗ് ഉള്ള Airbnb എടുത്തേക്കുന്നത്.
നമ്മൾ ഒരു പാലത്തിന്റെ മേളിൽ കൂടെ പോവാണ്. ഈ പാലത്തിൽ എല്ലാം US ഫ്ലാഗ് വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. പാലം എന്ന് പറയുന്നത് ശരിക്കും അത് എന്താ പറയുക, നദിയൊന്നും അല്ല, കടലിങ്ങനെ കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് മെയിൻ സിറ്റി ഭാഗത്തേക്ക് പോകാനുള്ള ഒരു പാലം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓ മൈ ഗോഡ്, ഇവിടെ ടോൾ ഉണ്ട് ഗൈസ്. ഈ ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോളിന് നമ്മുടെ ഫാസ്ടാഗ് പോലത്തെ ഒരു സാധനം ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാശ് പിന്നെ അവസാനം പിടിക്കും. പാലത്തെ കൂടെ കയറി വന്നതിനാണ് ടോള്. അടിപൊളി. ഇത് എത്ര പൈസയാണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാല. എന്തായാലും നമ്മൾ ഇതിലൂടെ വെറുതെ ഇങ്ങനെ ഓടിച്ചോണ്ട് പോയാൽ കേട്ടല്ലേ, നിർത്തേ ഒന്നും വേണ്ട. 20 മൈൽസ് പെർ അവറിൽ, ഇവിടെ മൈലാണ് കേട്ടോ, 20 കിലോമീറ്റർ അല്ലേ, 20 മൈൽസ് പെർ അവർ സ്പീഡിൽ നമുക്ക് ഓടിച്ചു പോകാം എന്നാണ് അവർ പറയുന്നത്. ടോളിന്റെ പൈസയുടെ ഡിഡക്ഷൻ ഒക്കെ അവർ കട്ട് ചെയ്തോളും. ഇത് വലിയ ഹൈവേ എനിക്ക് പേടിയാവും. ഇത്ര വലിയ ഹൈവേ ചെറിയ ഐലൻഡിൽ ഇവന്മാർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് അമേരിക്കയിൽ വണ്ടി ഓടിക്കുന്നത്. എനിക്കറിയത്തില്ല ഇവർ എന്നൊക്കെയാ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ആകെ ഇതിനു മുമ്പ് പോയപ്പോ മറ്റേ ഷിനോദിന്റെ കൂടെ ഞങ്ങള് നയാഗ്ര വാട്ടർഫോൾസ് കാണാൻ പോയ സമയത്ത് വണ്ടി ഓടിച്ചായിരുന്നു. അത് പുള്ളി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാ വണ്ടി ഓടിക്കുന്നത്. അത് അമേരിക്ക വന്നിട്ട് എന്റെ നാല് ചോദിക്കുക, നമ്മള് പുതിയൊരു രാജ്യത്ത് പോയിട്ട് എന്നല്ലേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു, വണ്ടി എടുക്കുന്നു, പോകുന്നു. നമ്മള് നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യുന്ന പോലെ അത്രയൊക്കെ ഉള്ളൂ. ഇത് എല്ലാ രാജ്യവും ഇതേപോലെയൊക്കെ തന്നെയാണ്. എക്സെപ്റ്റ് കുറച്ച് ദുരിതം പിടിച്ച രാജ്യങ്ങളുണ്ട്, അത് വെച്ച് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാ. ഇവിടെ റോഡിൽ മൊത്തം സ്പാനിഷ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. സലീദായോ കുലീദായോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കുറെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തൊന്നാണ് ഇത്? ഏത് രാജ്യമാണ് ഇവിടുത്തെ ആൾക്കാർ? പകുതി ആൾക്കാർ മറ്റേ ഇംഗ്ലീഷ് സംസാരിക്കില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ്, നമ്മൾ ഇംഗ്ലീഷാണ് എല്ലാവരും സംസാരിക്കുന്നതല്ലേ വിചാരം. പക്ഷെ അല്ല, അമേരിക്കയില് ഇംഗ്ലീഷ് അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മുടെ സ്പാനിഷ് മാത്രം സംസാരിക്കുന്ന ധാരാളം ആൾക്കാർ അമേരിക്കയിലുണ്ട്. ഈ വണ്ടി അടിപൊളി, എനിക്ക് ഈ വണ്ടി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിസ് വണ്ടി, ഇറ്റ്സ് നൈസ്. ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് പോയിട്ട് വഴി തെറ്റി കഴിച്ചു. ഇവിടുന്ന് വീണ്ടും 3 കിലോമീറ്റർ പോകണം. ഞാൻ ഓപ്പൺ ചെയ്ത മാപ്പ് തെറ്റിപ്പോയി. Airbnb ആപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്ത മാപ്പ് ഓപ്പൺ ചെയ്താൽ തെറ്റിപ്പോവും. അവർ തരുന്ന ലൊക്കേഷൻ വേണം ഇടാൻ. പഠിച്ചു ഗൈസ്. ഈ ഐലൻഡിൽ ടെസ്ലയുടെ സൈബർ ട്രക്ക് വരെ ഉണ്ട്. നോക്കി എന്റെ പൊന്നോ, ആ ട്രക്കാണെങ്കിൽ ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് കഴുകിയിട്ടും തുടച്ചിട്ടും പോലും ഇല്ലയാണ്. അയ്യോ, അങ്ങനെ ഞാൻ എത്തി. ഒരു കണക്കിന് ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തു. ഇത് അങ്ങനെ സെറ്റപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലത്ത് ഈ കാണുന്നതാണ് എൻ്റെ Airbnb വീട്. ഇവിടെ ഹോട്ടലൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. മിനിമം ഒരു 20,000 രൂപ പെർ ഡേ ഇല്ലാതെ നമുക്കിവിടെ ഈ സ്ഥലത്തൊരു ഹോട്ടൽ കിട്ടുകയില്ല. ഞാൻ ഹോസ്റ്റൽ നോക്കിയപ്പോഴത്തേക്കിനും ആ ഹോസ്റ്റലിൻ്റെ പൈസക്ക് എനിക്ക് Airbnb കിട്ടി. 2 ദിവസത്തേക്ക് 18,000 രൂപ, 18,000. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ ഇതെന്ന് പറയുന്നത്. ഇവിടെ താഴെ ഇവർക്ക് പാർക്കിംഗ് ഉണ്ട്. ഇതാണ് എൻ്റെ പാർക്കിംഗ് Airbnb 3. അപ്പുറത്ത് വേറൊരു വലിയ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് പാർക്കിംഗ് 4, പാർക്കിംഗ് റിസർവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിലേക്ക് ഇച്ചിരി തള്ളിയാണോ വണ്ടി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഇച്ചിരി സ്ഥലത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇയാളുടെ വണ്ടി ഇപ്പുറത്തെ Airbnb ആളുടെ വണ്ടി റോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് എയർപോർട്ടിൽ വന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് ഇത് എന്തൊരു വണ്ടി, ഇതിനകത്ത് 2 പേർക്ക് കിടക്കാമല്ലോ, അത്രയും വലിയ ബൂട്ട് സ്പേസ് ആണോ, എന്താ അടിപൊളി വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ Airbnb വന്നു. Airbnb നമുക്ക് ഒരു മനുഷ്യനെയും കാണാതെ നമുക്കിവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. ലോക്കായാലും ഇതിൻ്റെ മറ്റേ ഗ്ലാസ് ഒന്നും അടയത്തില്ല അല്ലേ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, നമുക്ക് നേരെ റൂമിൽ പോവാം. ഇവിടെ പോലും എനിക്ക് ഒരാളെയും മീറ്റ് ചെയ്യണ്ട. എല്ലാം ഈ പറഞ്ഞ പോലെ കോൺടാക്ട്ലെസ് അല്ലെങ്കിൽ മീറ്റിംഗ്ലെസ് പരിപാടികളാണ് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് എൻ്റെ സ്ഥലം, റൂം നമ്പർ 3 എന്ന സംഭവം. ഇവിടെ വേറെ ഇതേപോലെ 1-2 Airbnb-കൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ പാസ്കോഡ് പറഞ്ഞിട്ടുണ്ട്. ചാവി ഇവിടെ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടാവും ചാവി. എന്നിട്ട് നമ്മൾ അതിനകത്ത് നമ്മുടെ പാസ്കോഡ് അടിക്കണം. പാസ്കോഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ചാവി തുറക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് റൂം ഒരു ചാവി കണ്ടില്ലേ, എന്നിട്ട് അടയ്ക്കുക, പാസ്കോഡ് മാറ്റുക, എന്നിട്ട് നമുക്ക് റൂം തുറക്കുക, അകത്ത് പോവുക. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്ലസൻ്റ് ഫീല്. AC ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നു, TV-യിൽ മ്യൂസിക്കൊക്കെ കേൾക്കുന്നു. വാവ്, ദാറ്റ്സ് നൈസ്. ഇതാണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തു. വേറെ 2 Airbnb ആൾക്കാരുടെ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തു. തൊട്ട് താഴെ ഒരു ഐസ്ക്രീം സ്റ്റോറുണ്ട്. പിന്നെ കരീബിയനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഇവിടെ അടുത്താണ്. അയ്യോ, നമ്മുടെ നാട്ടിലെ പോലെ പോസ്റ്റ് 11 kV കമ്പിയും അതും ഇതുമൊക്കെ നൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ Airbnb. ഞാൻ ലൈറ്റൊക്കെ ഇട്ട്, ഇത് കൊള്ളാമല്ലോ. 18,000 രൂപയ്ക്ക് ഇത് പുറത്താണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, 2 ദിവസത്തേക്ക് ലാഭമാണ്.
ഇവിടെ AC ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു ഡൈനിങ് സ്പേസ് പോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ്. പിന്നെ വലിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ മൈക്രോവേവ് ഓവൻ, ഗ്യാസ് അല്ല മറ്റേ ഇലക്ട്രിക് സ്റ്റൗ, നമുക്ക് പാചകം ചെയ്യണ അതിനുള്ള സെറ്റപ്പ്. പിന്നെ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ, സ്പൂണ്, കട്ട്ലറീസ്, കോഫി മേക്കർ, ഗ്ലാസ്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നൈസാണ് കേട്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അതൊന്നും വേണ്ടാത്തതിന് നിയർ ബൈ കടയിൽ നിന്ന് വേണമെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയുള്ള മെനു ആണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത്. ആ മെനു വെച്ചിട്ടുണ്ട്. നൈസ്. ഫോട്ടോ ഒഴിക്കും. നമ്മുടെ റൂം എവിടെ? ഇതായിരിക്കും റൂം. ഓക്കെ, നോക്കട്ടെ. അടിപൊളി. ഇത്ര സെറ്റപ്പ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിനകത്ത് കൊണ്ട് TV-യും AC-യും പിന്നെ അയൺ ബോക്സ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇത് തകർത്ത്. ഇതാണ് ബാത്റൂം. നോക്കിയേ, ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം. ഇത് നമ്മുടെ ഷവർ. ഇതെന്തോ സംഭവമാ? ഇതെന്ത് പരിപാടിയാ? അതെന്താന്ന് എനിക്കറിയത്തില്ല. മേ ബി അത് പ്രഷർ കൂട്ടുന്നതിന് വേണ്ടിയുള്ള എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു. അവരങ്ങനെ മറ്റേ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, വാട്ടർ പ്രഷർ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയായിരിക്കും. അത് കൊള്ളാം കേട്ടോ. ആ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സാധനം ഇൻബിൽട്ട് ആയിട്ടുള്ളത് ഞാൻ കാണുന്നത്. അത് കൊള്ളാം, സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. പിന്നെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, അതൊന്നുമില്ല. സോപ്പും ഷാമ്പുവും വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പോർട്ടോറിക്കോയുടെ കാഴ്ചകൾ നമ്മൾ കാണാം നാളെ മുതൽ. ഞാനിവിടെ ആകെ 2 ദിവസമുള്ളൂ, ഇന്ന് രാത്രി നാളെ രാത്രി. സോ അതിൽ നമ്മൾ മാക്സിമം എന്തൊക്കെയാണോ പോർട്ടോറിക്കോയിൽ നിന്നും കാണാൻ പറ്റുന്നത് അത് നമുക്ക് കാണാം. എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് പോർട്ടോറിക്കോ എന്ന് വിചാരിക്കുന്നു. US-ന്റെ ടെറിട്ടറി ആണ് കേട്ടോ. ഇത് US-ന്റെ ഭാഗമാണെങ്കിലും US-ന്റെ ഒരു ടെറിട്ടറി ആണ്. അതായത് നമ്മൾ ബർമുഡയും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലം. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ. അതുവരെയും ബൈ.